ഹലോ സ്റ്റുഡൻസ്, PCB സ്പേസ് ലാബിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് PCB ലേഔട്ട് ഡിസൈനിങ്ങിൽ പാർട്ട് 2 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ട് 1-ൽ ഞാൻ അതിൻ്റെ ലേഔട്ടിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ PCB ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം. നമുക്കൊരു PCB ഫാബ്രിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേഔട്ട് വേണം. ലേഔട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലേഔട്ടിൽ നിന്ന് ആ ഫിലിമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ PCB ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് കമ്പോണൻസിനെ പറ്റിയിട്ട്, അതിൽ ട്രാക്കൊക്കെ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ട്രാക്ക് വരയ്ക്കേണ്ടത്, അല്ലേ? അതേപോലെ തന്നെ റെക്കമെൻഡഡ് ആയിട്ടുള്ള കണ്ടക്ടർ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഡയമെൻഷനെ പറ്റി പറഞ്ഞു. ഡയമെൻഷൻസ് എങ്ങനെയാണ്, ഓരോ കമ്പോണൻറ്റിൻ്റെയും ഡയമെൻഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ കൃത്യമായ അളവുകൾ ഓരോ കമ്പോണൻറ്റിനും ഉണ്ടാവും, അല്ലേ? നമ്മുടെ അതിൻ്റെ ബോർഡിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ കമ്പോണൻസൊക്കെ ഒരു ബോർഡിൽ അറേഞ്ച് ഫിക്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻ വെച്ചിട്ട് വരച്ചാലേ നമുക്ക് അതിൻ്റെ ലേഔട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ഫിലിമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻ. അപ്പം ഞാനിതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എടുക്കാം ആദ്യം. സർക്യൂട്ട് ഡയഗ്രത്തിൽ സ്കീമാറ്റിക് സർക്യൂട്ട് ഡയഗ്രാം, ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഈ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ നിങ്ങൾക്കറിയാം പിന്നെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ ട്രാൻസിസ്റ്റർ SL100 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. അത് TO5 എന്ന് പറയുന്ന പാക്കേജിലാണ് വരിക, TO5. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷനൊക്കെ ഞാൻ മുമ്പത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നു. എത്രയാണ് TO5ൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. എമിറ്റർ ബേസ് കലക്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ എമിറ്ററിനും കലക്ടറിനും ഇടയിൽ ഇത്ര സ്പേസിങ്, അവിടുന്ന് ബേസിലേക്ക് ഇത്ര സ്പേസിങ് എന്നൊക്കെ ഉണ്ടാവും. ആ കറക്റ്റ് ഡയമെൻഷൻ വേണം നമ്മൾ ലേഔട്ടിൽ വരയ്ക്കാനായിട്ട്. ഗ്രാഫ് ഷീറ്റിൽ വരയ്ക്കുന്ന സമയത്ത്, ലേഔട്ട് ഗ്രാഫ് ഷീറ്റിലേക്ക് വരയ്ക്കുന്ന സമയത്ത് എടുക്കാൻ കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻ എടുക്കണം. അതേപോലെ തന്നെ ഈ റെസിസ്റ്റേഴ്സൊക്കെ R1 to R4 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ റെസിസ്റ്റേഴ്സും ക്വാർട്ടർ വാട്ടാണ്. അത് CR25 എന്ന് പറയുന്ന ഒരു പാക്കേജിലാണ് വരിക. അപ്പോൾ അതിനൊരു ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 mm ആണ് ആക്ച്വൽ ഡയമെൻഷൻ. 10 mm. 10 mm എന്ന് പറയുന്നത് 1:1 എന്ന് പറയുന്ന സ്കെയിലാണ്. അത് ഒരു 2:1 നമുക്ക് 20 mm എങ്കിലും നമുക്ക് എടുക്കാം ഡയമെൻഷൻ. ഇതിൻ്റെ ഒരു റെസിസ്റ്റർ ആണെങ്കിൽ 2 പാഡ്സ് ഉണ്ടാവുമല്ലോ. ഒരു പാഡിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത പാഡിൻ്റെ സെൻറ്ററിലേക്കാണ് ആ ഡയമെൻഷൻ പറയുന്നത്. 4 റെസിസ്റ്റേഴ്സ്. പിന്നെ കപ്പാസിറ്റേഴ്സൊക്കെ 1 മൈക്രോഫാരഡ്, ഒരു 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റേഴ്സ് ആയിക്കോട്ടെ. ഈ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് 2 ഉണ്ട്. ദെൻ ഇവിടെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. ഇതൊക്കെ സെയിം വാല്യൂസ് നമുക്ക് എടുക്കാം. പിന്നെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പോയിൻറ്റ്സ് വേണം ഇവിടെ. ഇപ്പോൾ ഈ പാഡ്സാണ് ഇവിടെ കൊടുക്കുക. നമുക്ക് സാധാരണഗതിയിൽ നിങ്ങളിപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് ഈ പവർ സപ്ലൈ എങ്ങനെ കണക്ട് ചെയ്യുക? ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു വയർ കണക്ട് ചെയ്തിട്ട് അത് എവിടത്തേക്ക് കൊടുക്കും? പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യും, അല്ലേ? അപ്പോൾ അതിന് പകരം ഇവിടെ നമ്മുടെ ലേഔട്ട് ആയതുകൊണ്ട് നമുക്ക് പാഡ് കൊടുത്തേച്ചാൽ മതി. ഇവിടെ ഒരു പാഡ് കൊടുക്കണം. സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു പാഡ് ഉണ്ടാവും. ആ പാഡ് കുറച്ച് വലിയ പാഡ്, നിങ്ങൾക്ക് കാണാം, കുറച്ച് വലിയ പാഡായിരിക്കണം. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ ഒരു പാഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള പാഡ്സ് കൊടുക്കണം. ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ്. ഇൻപുട്ടിന് ഇവിടെയാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററിലേക്കാണല്ലോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, അല്ലേ? സിഗ്നൽസ് കൊടുക്കുന്നത് ഇവിടത്തേക്കാണ്, അല്ലേ? ആംപ്ലിഫയർ ആയതുകൊണ്ട് അവിടെ ഒരു പാഡ് നമ്മൾ കൊടുക്കണം. അതുപോലെ അതിന് അരികെ തന്നെ ആയിട്ട് എന്ത് ചെയ്യണം? ഗ്രൗണ്ടിലൊരു പാഡ് വേണം. പിന്നെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പാഡ് വേണം. ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലൊരു പാഡ് കൊടുക്കണം. അതേപോലെ ഗ്രൗണ്ടിൽ മറ്റൊരു പാഡും കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള പാഡ്സൊക്കെ നമ്മുടെ ലേഔട്ടിൽ നമ്മൾ കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ റൂൾ എന്ന് പറയുന്നത്, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് ഒക്കെ സാധാരണ ഈ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ, ലേഔട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാക്കില്ല. അത് എഡ്ജസിലാണ് ഉണ്ടാവുക, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് പാഡ്സ് കൊടുക്കണം. ഇനി നമുക്ക് നോക്കാം ഈ ഒരു ലേഔട്ട്. ഈ സർക്യൂട്ട് ഡയഗ്രാം ഞാനിവിടെ വെക്കാം, സൈഡിൽ വെക്കാം. ഇനി നമുക്ക് അതിൻ്റെ ലേഔട്ട് എന്നുള്ളൊരു വ്യൂ എടുക്കാം. ലേഔട്ട് വ്യൂ ആണിത്. ഈ ലേഔട്ട് വ്യൂവിൽ നിങ്ങൾക്ക് കാണാം എല്ലാ കമ്പോണൻസും ഞാനിവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കമ്പോണൻസും ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ വരുന്ന കമ്പോണൻസൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്ത് വ്യൂ ആണിത്? PCB ലേഔട്ട് വ്യൂ ആണ്, അല്ലെ? PCB ലേഔട്ടിൽ വരുന്ന കമ്പോണൻസ് സൈഡ് വ്യൂ ആണ് ഇവിടെ വരുന്നത്, എല്ലാം വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് ഷീറ്റിൽ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വരച്ച് വെക്കണം. അപ്പോൾ ഇതിൽ ഈ ഒരു സർക്യൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? പിന്നെ ട്രാൻസിസ്റ്ററാണ്. അതുകൊണ്ട് ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്യണം നിങ്ങൾ. ട്രാൻസിസ്റ്ററാണ് നമുക്ക് വെക്കാനുള്ളത്. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ IC ഉണ്ടായിരുന്നെങ്കിൽ IC ആയിരുന്നു പ്ലേസ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് പിൻസ്, ലാർജർ കമ്പോണൻസ് ആർ പ്ലേസ്ഡ് ഫസ്റ്റ്
എന്നാണ് പറയുന്നത്. അതായത് ലാർജർ ഉദ്ദേശിക്കുന്ന സൈസ് ഉദ്ദേശിച്ചല്ല, നമ്പർ ഓഫ് പിൻസ് കൂടുതലുള്ളത്. അപ്പോൾ IC ഉണ്ടെങ്കിൽ IC വെക്കാം, ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ വെക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്പർ ഓഫ് പിൻസ് കൂടുതലുള്ളത് ആദ്യം പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്ററാണ് നമ്മുടെ പിൻസ് കൂടിയ കമ്പോണൻറ്റ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ആ സെൻറ്ററിൽ എടുത്ത് വെക്കാം. ഒരു സെൻറ്ററിൽ ഒരു പോയിന്റ് വെക്കാം. ഇതിന് ചുറ്റും നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള കമ്പോണൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള പൊസിഷൻ നമ്മൾ കണ്ടെത്തണം. ഇപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് ഇവിടെ നോക്കാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ എമിറ്ററിലേക്കാണ് R4 കണക്ട് ചെയ്തിരിക്കുന്നത്. എമിറ്ററിലേക്ക് R4 കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, R4 എന്ന് പറയുന്ന റെസിസ്റ്റർ. അപ്പോൾ അത് എമിറ്ററിൻ്റെ അടുത്ത് തന്നെ വെക്കണം. ഈ ഒരു ലേഔട്ടിൻ്റെ വ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ എമിറ്റർ ഇതാണ് അല്ലേ, ഈ പ്രൊജക്ഷൻ വരുന്നത് മുകളിൽ നിന്നുള്ള ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ എമിറ്റർ ഇതാണ്, ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് നേരെയുള്ളതാണ് എമിറ്റർ. പിന്നെ ഇത് ബേസ് ആണ്, ഇത് കലക്ടറാണ്. അപ്പോൾ എമിറ്ററിൻ്റെ അടുത്ത് എന്ത് വേണം, R4 തന്നെ വേണം. R4 ഇവിടെ ഉണ്ട്, ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ R4നെ എടുത്തിട്ട് നമ്മൾ എവിടെ വെക്കണം, ഈ വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ ഒരു ട്രാക്ക് വെച്ച് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഓരോ കമ്പോണൻ്റ് അതിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ R4 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം അടുത്തത് ഏതാണ്, R3 നോക്കാം, കലക്ടർ നോക്കാം. കലക്ടറിൽ ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ, കലക്ടറിലെ റെസിസ്റ്റർ എത്രയാണ്, R3 ആണ് അല്ലേ. അപ്പോൾ R3 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ R3 ഞാൻ കലക്ടറിൻ്റെ എടുത്ത് വെക്കുന്നു, ഈ രീതിയിൽ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള സൗകര്യമാണ്. പിന്നെ എനിക്കിത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണഗതിയിൽ നിങ്ങൾക്കൊരു ട്രാക്ക് വരയ്ക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. ഞാനിവിടെ ഒരു വയർ ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു ട്രാക്ക് ഇങ്ങനെ വരയ്ക്കുന്നു. ഒരു ട്രാക്ക് ഞാൻ വരച്ചു, ഈ രീതിയിൽ ട്രാക്ക് വരച്ചു. ദെൻ പിന്നെ എനിക്ക് വരയ്ക്കാം, പിന്നെ ബാക്കിയുള്ള കമ്പൗണ്ട്സ് നോക്കുക. അതേപോലെ തന്നെ ഇവിടെയും കണക്ട് ചെയ്യാമല്ലോ അല്ലേ, ഇവിടെയും കണക്ട് ചെയ്യുക. ഓക്കെ, ട്രാക്കിൻ്റെ വിഡ്ത്തൊക്കെ നോക്കണം. ട്രാക്കിൻ്റെ വിഡ്ത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിഡ്ത്ത് കൂടിയ ട്രാക്ക് എനിക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന സമയത്ത് പിന്നെ കുറച്ചുകൂടെ സൗകര്യമുണ്ട്. ഓക്കെ, ട്രാക്ക് ഞാൻ വരച്ചു. ദെൻ ബാക്കി വരുന്ന കമ്പൗണ്ട്സ് നമുക്ക് പ്ലേസ് ചെയ്യാനുണ്ട്. R1 R2 ഒക്കെ വെക്കാം അല്ലേ. R1 എന്ന് പറയുന്നത് ഈ R3ക്ക് അടുത്ത് തന്നെയാണ് വരുന്നത്. R1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം, R1 ഈ പ്ലസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. പ്ലസിൻ്റെ ലേക്ക് വന്നിട്ട് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇത് പ്ലസ് ഇവിടെയാണ് വരുന്നത് അല്ലേ, താഴെയാണ് പ്ലസ് വരുന്നത്, താഴെ പ്ലസ്. അപ്പോൾ നമ്മുടെ ഇതാണ് കലക്ടർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പ്ലസ് ഈ സൈഡിലേക്കാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ R1 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയായിരിക്കും ഉണ്ടാവുക, R1 ഇവിടെ കണക്ട് ചെയ്യേണ്ടി വരും നമ്മൾ അല്ലേ. R1 ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യേണ്ടി വരും അല്ലേ. R1 എന്ന് പറയുന്ന റെസിസ്റ്റർ ഞാൻ എടുക്കുന്നു. R1 നമുക്ക് മൂവ് ചെയ്യിക്കാം. പിന്നെ R1 നല്ല പൊസിഷൻ എന്ന് പറയുന്നത് ഇതിന് വെക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇതിന് പാരലായിട്ട് അതിൻ്റെ സിമെട്രിക്കലായിട്ട് കറക്റ്റായിട്ട് വെക്കാം. ഇവിടെ വെച്ചു. അതേപോലെ തന്നെ R2ൻ്റെ ഒരു പൊസിഷൻ നല്ലത് എവിടെയായിരിക്കും, ഇതിന് പാരലായിട്ട് ഇവിടെ ഒരു പോയിന്റിലായിരിക്കും R2 നല്ലത് അല്ലേ. R2 ഇവിടെ വെക്കാം. അപ്പോൾ ഇത് നേരെ ഈ R2 നേരെ തന്നെ ഇതും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക, ഈ രീതിയിൽ വെച്ചു. പിന്നെ വരുന്നത് കപ്പാസിറ്റേഴ്സ് ആണ്. കപ്പാസിറ്റേഴ്സിൻ്റെ ഒക്കെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാനായിട്ടൊരു കപ്പാസിറ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇൻപുട്ടിൻ്റെ പാഡാണ് ഇവിടെ വരച്ച് വെച്ചത്. ഈ പാഡ് എവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സാധാരണ സർക്യൂട്ട് ഡയഗ്രം പ്രകാരം ഇപ്പുറത്താണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ, ഇങ്ങേ സൈഡിലാണ്. അപ്പോൾ ഇങ്ങേ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്ര നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കമ്പോണൻറ്റ് എന്ത് ചെയ്യും, ഈ ഒരു കമ്പോണൻറ്റിലൂടെ വരും. പിന്നെ ഈ മുകൾ ഭാഗത്തൊന്നും കമ്പോണൻസ് ഇല്ലാത്തൊരു ഏരിയ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ അത് ഈ സൈഡിൽ തന്നെ കൊടുത്തു. അതേപോലെ തന്നെ പിന്നെ കപ്പാസിറ്റേഴ്സ് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒന്ന് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റർ. ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കുക, കലക്ടർ എന്നല്ലേ എടുക്കുക. ഔട്ട്പുട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം നമ്മൾ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് കലക്ടർ എന്നാണ്. ഈ കലക്ടർ എന്നാണ് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കലക്ടർ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്, ഇതാണ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ കൊടുക്കാം. ഞാൻ ഔട്ട്പുട്ടിൻ്റെ കപ്പാസിറ്റർ ഇവിടെ കൊടുത്തു, കലക്ടറിൻ്റെ അടുത്തായിട്ട് കൊടുത്തു. പിന്നെ ഔട്ട്പുട്ടിൻ്റെ പിന്നു ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചു, ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കാം. പിന്നെ ഇൻപുട്ടിൻ്റെ കപ്പാസിറ്റർ ഇവിടെ കൊടുത്തു, അതിൻ്റെ അടുത്ത് തന്നെ ഇൻപുട്ടിൻ്റെ പിന്നും കൊടുത്തു. അപ്പോൾ ഇൻപുട്ടിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട്, ഇത് ഇവിടെയല്ലേ ബേസ് വരുന്നത്, ബേസിലേക്കാണല്ലോ ഇൻപുട്ട് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ എമിറ്ററിനും കലക്ടറിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് വയർ ചെയ്യാം. ഇവിടെ നമുക്ക് ട്രാക്ക് വരയ്ക്കാം, ഇതിലെങ്ങനെ വരയ്ക്കാം. പിന്നെ വേറൊരു കപ്പാസിറ്റർ എമിറ്റർ ബൈപ്പാസ് ആണ്. അപ്പോൾ എമിറ്ററിൽ വരുന്ന റെസിസ്റ്റർ ഇതാണ്, R4 ആണല്ലോ എമിറ്ററിൽ വരുന്ന റെസിസ്റ്റർ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ഈ ഒരു കപ്പാസിറ്റർ ഈ R4ൻ്റെ അടുത്ത് തന്നെ വെച്ചു. പിന്നെ രണ്ട് പാഡ്സ് ഇവിടെ ഉണ്ട്. ഗ്രൗണ്ട് 1 ഗ്രൗണ്ട് 2 രണ്ട് പാഡ്സ് ഉണ്ട്. ഗ്രൗണ്ട് ഈസ് നോർമലി ഇതാണ് ഗ്രൗണ്ടിൻ്റെ പിന്ന്. അപ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇവിടെ നമുക്ക് രണ്ട് പാഡ്സ് ഒക്കെ കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ, ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള പിൻസ് കൊടുക്കും. ഇനി ഇതൊക്കെ നമുക്ക് വയർ ചെയ്യാണ് വേണ്ടത്.
അപ്പോൾ വയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ വയർ ചെയ്യാനുള്ള ടൂൾ ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ വയർ ചെയ്യും. നിങ്ങൾ വയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വയർ ചെയ്യുക. വയർ ചെയ്യാനുള്ള ടൂൾ എടുത്തിട്ടാണ് ഞാൻ വയർ ചെയ്യുന്നത്. അപ്പം വയർ ചെയ്യുന്നു. വയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ VCC നോക്കുകയാണെങ്കിൽ ഇത് കളക്ടറിലെ ഈ 2 റെസിസ്റ്റേഴ്സും കണക്റ്റഡ് ആണല്ലോ അല്ലേ, ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. പിന്നെ ഇത് കളക്ടറിലേക്ക് വരുന്ന റെസിസ്റ്ററാണ്. അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്കാണ് പ്ലസ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പ്ലസ് പോയിന്റ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ആംഗിൾസ് വരച്ചിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യണം, അത് ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ആംഗിൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കണക്ട് ചെയ്തു. ഇതിൻ്റെ കണക്ഷൻസ് നോക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം, ഇതും ഗ്രൗണ്ടിലേക്ക് ഇവിടെ കണക്ഷൻ കൊടുക്കണം അല്ലേ. ഇവിടത്തേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഇൻപുട്ട് കൊടുക്കേണ്ടത്, ഇൻപുട്ടിൽ വരുന്ന കപ്പാസിറ്റർ ഇതാണ് അല്ലേ. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഈ കപ്പാസിറ്റർ അല്ലേ ഇപ്പുറത്ത് കാണുന്ന സർക്യൂട്ടിൽ വരുന്ന ഈ കപ്പാസിറ്ററാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇൻപുട്ട് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിൻ്റെ പാഡിൽ നിന്ന് തുടങ്ങണം അല്ലേ, ഇൻപുട്ടിൻ്റെ പാഡ്. അപ്പോൾ ഇൻപുട്ടിൻ്റെ പാഡ് ഇതാണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് കണക്ഷൻ ട്രാക്ക് വേണം, എന്തായാലും ട്രാക്ക് കൊടുത്തു. ദെൻ ഈ കപ്പാസിറ്ററിൽ നിന്ന് എവിടത്തേക്കാണ് വേണ്ടത്, ബേസിലേക്കല്ലേ കണക്ഷൻ വേണ്ടത്, ഇവിടത്തേക്ക് കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്തു. ഓക്കെ, ഈ രീതിയിൽ വന്നു. ഇൻപുട്ടിൻ്റെ കണക്ഷൻസ് കൊടുത്തേ. ഇനി ഇതേപോലെ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ ഇല്ലേ, ഔട്ട്പുട്ടിൽ വരുന്ന കപ്പാസിറ്റർ ഉണ്ടല്ലോ ഇവിടെ, ഔട്ട്പുട്ടിൻ്റെ കപ്പാസിറ്റർ നോക്കുന്ന സമയത്ത് ഇതാണ് ഔട്ട്പുട്ട് കപ്പാസിറ്റർ. കളക്ടറിൽ വരുന്ന കപ്പാസിറ്റർ ഇതാണ്. ഇതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കളക്ടറിലാണ് ഇത് വേണ്ടത്. കളക്ടർ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാക്ക് മാർക്ക് ചെയ്യാം, ഇതിന് കണക്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു ഔട്ട്പുട്ടിലേക്ക് എടുക്കാം കണക്ഷൻസ്. പിന്നെ ഇതിവിടെ കണക്ട് ചെയ്തു. ദെൻ ഈ ട്രാക്കും ഈ പാഡും നമ്മൾ കണക്ട് ചെയ്യുക. ഔട്ട്പുട്ടിൻ്റെ പാഡ് കൊടുത്തു. ഇനി വേണ്ടത് എമിറ്റർ ബൈപ്പാസ് അല്ലേ, ഇതാണ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററാണ്. അപ്പോൾ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് കപ്പാസിറ്റർ. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അവിടെ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു കണക്ഷൻ, ഇത് ഈ ഒരു പോയിന്റിലേക്കാണ് വരേണ്ടത് അല്ലേ, ഇതും കണക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ആംഗിൾസ് ഉപയോഗിക്കുക കഴിയുന്നതും, ഇങ്ങനെയുള്ള ആംഗിൾസ് ഉപയോഗിക്കുക. 90 ഡിഗ്രിയിൽ കുറഞ്ഞിട്ടുള്ള ആംഗിൾസാണ് സാധാരണഗതിയിൽ 90 ഡിഗ്രി ആംഗിൾസ് കഴിയുന്നത് ഒഴിവാക്കുക, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരുന്നത് ഞാൻ ഒഴിവാക്കി. 90 ഡിഗ്രിയിൽ കുറയുന്ന ആംഗിൾസ്, അക്യൂട്ട് ആംഗിൾസ് ഒന്നും ഇതിലുണ്ടാവാറില്ല സാധാരണ ലേഔട്ട് വരയ്ക്കുന്ന സമയത്ത്, അത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ട്രാക്ക് ഇതാണ്, ഗ്രൗണ്ടിൻ്റെ ട്രാക്കാണ്. ഗ്രൗണ്ടിൻ്റെ ട്രാക്കിലേക്ക് വേണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ ഗ്രൗണ്ടിന് നേരെ വെച്ചിട്ട് ഗ്രൗണ്ട് പിന്നാണിത്, ഇതിലേക്ക് ഒരു ട്രാക്ക് വരയ്ക്കാം. ഇത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതും ഗ്രൗണ്ട് പിൻ തന്നെയാണ്, ഇതും ഗ്രൗണ്ടാണ്. ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുക, പരസ്പരം ബന്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അതിൻ്റെ ലേഔട്ട് ഏകദേശം വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ കമ്പോണൻറ്റ് സൈഡ് ലേഔട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞ റൂൾസ് എല്ലാം ഇവിടെ ഒബേ ചെയ്തിട്ടില്ലെന്ന് നോക്കുക. ഇത് നിങ്ങൾ ഇത് ഞാനിപ്പോൾ വരച്ചത് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത്, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, ഒരു റഫായിട്ടൊരു ലേഔട്ടിൽ വരയ്ക്കുക, റഫായിട്ടൊരു പേപ്പറിൽ വരയ്ക്കുക, റഫ് ലേഔട്ട് ഉണ്ടാക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്ന് വരച്ചിട്ട് ചിലപ്പോൾ ആ പൊസിഷനൊക്കെ മാറ്റി വരയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളത് ഒരു ഗ്രാഫ് ഷീറ്റിലേക്ക് കറക്റ്റായിട്ട് വരയ്ക്കുക. ആ ഗ്രാഫ് ഷീറ്റിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ആ മിനിമം സ്പേസിംഗ് ഒക്കെ കൊടുക്കുക. ഒരു കമ്പോണൻറ്റിൻ്റെ ഇടയിൽ ഒരു മിനിമം ഒരു 5 mm ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, എത്ര ഗ്യാപ്പ് എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കേസ് ഔട്ട്ലൈനിൽ അടുത്തതിൻ്റെ ഔട്ട്ലൈനിലേക്ക് ഒരു മിനിമം ഒരു 5 mm ഗ്യാപ്പ് കൊടുത്തില്ല. അതിൽ കൂടുതൽ ആണെങ്കിൽ കുഴപ്പമില്ല, മിനിമം ഒരു 5 mm ഗ്യാപ്പെങ്കിലും കൊടുത്തുകൊണ്ട് വേണം വരയ്ക്കാൻ. കമ്പോണൻസ് തമ്മിൽ ടച്ച് ആകാൻ പാടില്ല, ഇതിൻ്റെ കേസ് ഔട്ട്ലൈൻ തമ്മിൽ ടച്ച് ആകാനൊന്നും പാടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് തന്നെ വരയ്ക്കാം. പിന്നെ ഈ ഡയമെൻഷൻസ് എല്ലാം കറക്റ്റായിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്കെയിൽ നമ്മൾ എടുക്കേണ്ടത്, വരയ്ക്കേണ്ട സ്കെയിൽ നിങ്ങൾക്ക് വരയ്ക്കേണ്ട സ്കെയിൽ 2:1 2:1 ഒരു ലേഔട്ട് വരച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. 2:1 സ്കെയിലൊരു ലേഔട്ട് വരയ്ക്കുക. എന്നിട്ട് പിന്നെ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഞാൻ അതിന് സമയമൊക്കെ നിങ്ങൾക്ക് തരാം, ഞാൻ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് ആദ്യം ട്രാൻസിസ്റ്റർ വരയ്ക്കുക, അതിൻ്റെ ഡയമെൻഷൻ എടുത്തിട്ട് അല്ലേ. അപ്പോൾ ഡയമെൻഷനൊക്കെ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിലുണ്ട്, അതിൽ നോക്കിയിട്ട് വരയ്ക്കുക. അപ്പോൾ 2:1 സ്കെയിലാണെങ്കിൽ ഇവിടുന്ന്
എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് ഒരു 10 mm എങ്കിലും വേണ്ടി വരും 2:1. പിന്നെ ഇവിടുന്ന് 5 mm വേണ്ടി വരും. ഓക്കെ. പിന്നെ റെസിസ്റ്റേഴ്സ് ഒക്കെ ക്വാർട്ടർ വാട്ടാണ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പാഡിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ പാഡിൻ്റെ സെൻറ്ററിലേക്ക് ഏകദേശം 20 mm ഉണ്ടാവും 2:1 സ്കെയിൽ. ഓക്കെ. അതേപോലെ ആ ഡയമെൻഷനൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഈ കമ്പൗണ്ട് സൈഡ് വ്യൂ ഒന്നും അത്ര കറക്റ്റായി ഡയമെൻഷൻ എടുക്കണമെന്നില്ല. ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇത് വരച്ചാൽ മതി ഈ റെസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലേഔട്ട് വരയ്ക്കുക നിങ്ങൾ. അപ്പം കമ്പോണൻറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ലേഔട്ട്, ഇതിന് കമ്പോണൻറ്റ് സൈഡ് ലേഔട്ട് എന്നാണ് ഇതിനെ പറയുക. ഇതിനെ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റ് സൈഡ് ലേഔട്ട് എന്നാണ്. ഈ കമ്പോണൻറ്റ് സൈഡ് ലേഔട്ട് വരച്ചിട്ട് ഈ കമ്പോണൻറ്റ് സൈഡ് ലേഔട്ട് എന്നാണ് നമ്മൾ എന്തുണ്ടാക്കുക, സോൾഡർ സൈഡ് ലേഔട്ട് ഉണ്ടാക്കുക. സോൾഡർ സൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിലുള്ള ഈ കമ്പോണൻറ്റ് സൈഡിൽ നിന്ന് ഈ കമ്പോണൻസിൻ്റെ ഇമേജൊക്കെ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതെന്തായി, സോൾഡർ സൈഡ് ലേഔട്ടായി. അതായത് കമ്പോണൻറ്റ് സൈഡ് ലേഔട്ടിൽ ട്രാക്കും പാഡൊക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ എന്തുണ്ടാവും, കമ്പോണൻറ്റ് സൈഡ് വ്യൂ ഉണ്ടാവും. ഈ വ്യൂ ഞാൻ അങ്ങ് ഓഫാക്കുകയാണ് വിചാരിക്കുക. വ്യൂ എനിക്ക് ഇവിടെ ഓഫ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കിക്കൊണ്ട് വരയ്ക്കണം. ഇവിടെ എനിക്കിവിടെ ഒഴിവാക്കാം. ഞാനത് ഒഴിവാക്കിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് ട്രാക്കും പാഡും മാത്രം മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ബോട്ടത്തിൽ ടോപ്പിലൊന്നും വേണ്ട, ബാക്കിയൊക്കെ ബോട്ടം പാഡ്സ് വയർസ്. ഈ രീതിയിലാണ് നമ്മുടെ കമ്പോണൻറ്റ് സൈഡ് ലേഔട്ട് വരിക. അതിലും കുറച്ചും കൂടെ നമുക്ക് ഒഴിവാക്കാനുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ സോൾഡർ സൈഡ് ലേഔട്ട് വരിക. അതായത് കമ്പോണൻറ്റ് സൈഡിലുള്ള ആ വ്യൂ ഒക്കെ അങ്ങ് പോയി. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഇതിൽ ട്രാക്കും പാഡും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സോൾഡർ സൈഡിൽ ഉണ്ടാവുക. ഇവിടെ നമുക്ക് സോൾഡറിങ് ഓപ്പറേഷൻ ഈ കണ്ടക്റ്റീവ് പാറ്റേൺസ് ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേഔട്ട്. ഈ ലേഔട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അതിൻ്റെ ഒരു ഫിലിം ഉണ്ടാക്കും. ആ ഫിലിം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക ആദ്യം. ഒരു കോപ്പർ ക്ലാഡ് ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ കിട്ടും. ആ കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് ഈ ഒരു ലേഔട്ട്, ഈ ഒരു ഇമേജിൻ്റെ ആക്ച്വൽ സൈസുള്ള ഇമേജ്, ഇതിപ്പം 2:1 സ്കെയിലാണ് അല്ലേ. ഇതിനെ നമ്മൾ 1:1 റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫിലിം ഉണ്ടാക്കും. ആ ഫിലിം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോപ്പർ ക്ലാഡ് ഷീറ്റിലേക്ക് ഈ ഒരു കണ്ടക്റ്റീവ് പാറ്റേൺസ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. എന്നിട്ട് എവിടേക്കാണ് കണ്ടക്റ്റീവ് പാറ്റേൺസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവിടെ മാത്രം കോപ്പർ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ കോപ്പറും അവിടുന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ അതിന് എച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സൊക്കെ ഉപയോഗിക്കും. അതതിൻ്റെ ഫാബ്രിക്കേഷനിൽ വരുന്നതാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഈ ഒരു ലേഔട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.